എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 15 വർഷക്കാലത്തെ ദുരിതങ്ങൾ അവസാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മെച്ചം ഉണ്ടാകുന്നൊരു സമയം ഇവർക്ക് ലഭിക്കുന്നു. നമുക്ക് ഏതൊക്കെ നക്ഷത്ര ജാതകരാണെന്നും 15 വർഷം ഇവർ അനുഭവിച്ച ദുരിതം മാറിക്കൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയെന്നും ഇന്നത്തെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം ആദ്യം തന്നെ അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച്. 15 വർഷത്തെ കുടുംബകലഹങ്ങൾക്ക് ശേഷം കുടുംബത്തിൽ സമാധാനപരമായൊരു ജീവിതം ലഭിക്കാൻ പോകുകയാണ്. ദാമ്പത്യ സൗഖ്യവും അനുഭവിക്കാൻ സാധിക്കും. കേസുകളിൽ നിന്നും മുക്തി, മാനസിക ശാരീരിക ഉണർവ്, നല്ല വിവാഹബന്ധം എന്നിവ ലഭിക്കും. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രതിസന്ധി മാറും. ഗൃഹയോഗം കാണുന്നുണ്ട്. വിദേശവാസത്തിന് അവസരം ലഭിക്കും. സമ്പാദ്യം വർദ്ധിക്കും. സന്താനങ്ങൾക്കിടവിട്ട് പനി, ചുമ, കഫദോഷം എന്നിവ കാണുന്നു. കാർഷിക രംഗത്ത് നേരിയ പുരോഗതി കണ്ടു തുടങ്ങും. കുടുംബക്ഷേത്രം ഉള്ളവർ ദേവീസംബന്ധമായിട്ടും സർപ്പസംബന്ധമായിട്ടും പൂജകൾ നടത്തണം. ദൈവ അനുഗ്രഹത്തിന് ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം. വിദേശയാത്ര വഴി വിജയം ലഭിക്കും. വിദേശത്തുള്ളവർക്ക് സാമ്പത്തിക ഉണർവ് ഉണ്ടാകും. കുടുംബത്തിന് കീർത്തി ലഭിക്കും. അനുഭവ യോഗം വർദ്ധിക്കും. ദോഷപരിഹാരമായി ഗണപതി ഹോമം, ഭഗവതി പൂജ, ആയില്യ പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. അനുകൂല അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങേണ്ട വർഷം ആരംഭിച്ചിരിക്കുകയാണ് 2024. ഉദ്യോഗത്തിൽ ഉയർച്ച ലഭിക്കും. തീരുമാനം ആകാതെ കിടന്ന കേസ്, വഴക്ക് എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ സാധ്യതകൾ കൂടുതലാണ്. ഭൂമിയോഗം, ധനലാഭം, ഗൃഹയോഗം, സന്താന ഐക്യം എന്നിവ കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങും. ധാരാളം പണം വന്നു ചേരും. അതുപോലെ ചിലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വാസസ്ഥലം മോടി പിടിപ്പിക്കും. പിണങ്ങിയ സുഹൃത്ത് തിരികെ വരും. അകന്ന വിവാഹബന്ധം വീണ്ടും പൊടിതട്ടി വരും. കച്ചവടം, കൃഷി, വൈദ്യശാസ്ത്രം എന്നിവയിൽ നിന്ന് ധനാഗമം കാണുന്നുണ്ട്. പാറ, മരങ്ങൾ ഇവ വിറ്റ് പ്രതീക്ഷയിൽ കൂടുതൽ ധനം നേടും. കാൽപാദവേദന, നട്ടെല്ലുവേദന എന്നിവയും നേത്രരോഗങ്ങളും മാറിക്കിട്ടും. കുടുംബസ്വത്തിന് അർഹതയുള്ളവർക്കത് ലഭിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി പൂജ, മുരുക പൂജ, ശ്രീകൃഷ്ണ പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. മറ്റുള്ളവരെ പൂർണ്ണമായും വിശ്വസിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. പങ്കാളിത്ത ബിസിനസ്സിൽ കൂടുതൽ ധനം മുടക്കരുത്. ആചാര്യസ്ഥാനം അലങ്കരിക്കാൻ വ്യാഴബലത്താൽ സാധിക്കും. നിക്ഷേപങ്ങൾക്ക് ആദായം കുറയും. അഭിഭാഷകൻ, ഡോക്ടർ, ഊഹക്കച്ചവടക്കാർ എന്നിവർക്ക് സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് സമ്മാനം, പ്രോത്സാഹനം എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികൾ വിദ്യാവിജയം, വസ്തു, ആഭരണം, വാഹനം ഇവ വാങ്ങാനായിട്ട് ഉത്തമ സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മംഗളകാര്യങ്ങൾ നടക്കും. സ്ത്രീകൾ മുഖേന ഭാഗ്യം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ നടത്തണം. ആയില്യ പൂജ, ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തുന്നതും നല്ലതാണ്. ഇനി പൂരാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ജോലിയിൽ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയമാണ്. അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിന്നും വിരമിക്കേണ്ടതായിട്ട് വരും. തൊഴിൽ രംഗത്തെ തടസ്സം, ദാമ്പത്യ ദുരിതം എന്നിവ അനുഭവിക്കുമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഭൂമി, വാഹനയോഗം, രോഗമുക്തി, ധനലാഭം, സാമ്പത്തിക നേട്ടം, പുതിയ വീട് നിർമ്മിക്കാൻ യോഗം, സർക്കാരിൽ നിന്ന് ധനലബ്ധി,
മുടങ്ങിക്കിടന്ന സർക്കാർ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം. മാതൃപിതൃ വഴി പല സഹായങ്ങളും ലഭിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കും. കുടുംബദേവതയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കും. ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരും. വിവാഹയോഗവും ഉണ്ട്. ഇടയ്ക്കിടെ രോഗബാധ ഉണ്ടാകാം. ദോഷപരിഹാരമായിട്ട് ഭാഗ്യസൂക്താർച്ചന, ഗുരുവായൂർ ദർശനം, ബ്രാഹ്മണ ഗുരുപ്രീതി എന്നിവ അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മാനസിക ഉല്ലാസം, വിദേശയാത്ര, വിദേശധനം കൊണ്ട് സ്വദേശത്ത് ചില സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ അവസരം, ഗൃഹ വാഹന ഭൂമി യോഗം എന്നിവ കാണുന്നു. അടുത്ത കാലത്ത് വിവാഹം നടന്നവർക്ക് സന്താനലബ്ധി. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മുതിർന്നവർ വ്യക്തികൾക്കും നല്ല സമയമാണ്. കലാരംഗത്ത് നേട്ടം. മെഡിക്കൽ രംഗത്തുള്ളവർക്ക് ധനാഗമത്തിനൊപ്പം പേരും പ്രശസ്തിയും ഉണ്ടാകും. ചിലർക്ക് ഗൃഹം മാറി താമസിക്കേണ്ടതായിട്ട് വരും. മറ്റു ചിലർക്ക് ആരുടെയെങ്കിലെയും സഹായത്താൽ തൊഴിൽ സാധ്യതകൾ കാണുന്നു. വിദേശവാസം ലഭിക്കും. പൊതുവെ ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ അതെല്ലാം ഒഴിഞ്ഞു പോകും. പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം, സർപ്പദേവതകൾക്ക് പാലഭിഷേകം, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം, കേസുകളിൽ നിന്ന് മുക്തി, മാനസിക ശാരീരിക ഉണർവ്, നല്ല വിവാഹബന്ധം എന്നിവ ലഭിക്കും. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രതിസന്ധി മാറിത്തുടങ്ങും. ഗൃഹയോഗം കാണുന്നുണ്ട്. വിദേശവാസത്തിന് അവസരം ലഭിക്കും. സമ്പാദ്യം വർദ്ധിപ്പിക്കും. സന്താനങ്ങൾക്കിടവിട്ട് പനി, ചുമ, കഫദോഷം എന്നിവ കാണുന്നു. കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകും. കുടുംബക്ഷേത്രം ഉള്ളവർ ദേവീ സംബന്ധമായും സർപ്പസംബന്ധമായിട്ടും പൂജകൾ നടത്തണം. ദൈവ അനുഗ്രഹത്തിന് ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം. വിദേശയാത്ര വഴി വിജയം ലഭിക്കും. വിദേശത്തുള്ളവർക്ക് സാമ്പത്തിക ഉണർവ് ഉണ്ടാകും. കുടുംബത്തിന് കീർത്തി ലഭിക്കും. അനുഭവയോഗം വർദ്ധിക്കും. ദോഷപരിഹാരമായിട്ട് ഈ നക്ഷത്ര ജാതകർ ഗണപതി ഹോമം, ഭഗവതി പൂജ, ആയില്യ പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി എടുത്തു പറയേണ്ട ഒരു നക്ഷത്ര ജാതകരാണ് ചോതി നക്ഷത്ര ജാതകർ. അനുകൂല അനുഭവങ്ങൾ ലഭിക്കേണ്ട സമയമാണ്. ഉദ്യോഗത്തിൽ ഉയർച്ച ലഭിക്കും. തീരുമാനമാകാതെ കിടന്ന കേസ്, വഴക്ക് എന്നിവയിൽ നിന്ന് മുക്തി നേടാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഭൂമിയോഗം, ധനലാഭം, ഗൃഹയോഗം, സന്താന ഐക്യം എന്നിവ കാണുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. ധാരാളം പണം വന്നു ചേരും. അതുപോലെ ചിലവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വാസസ്ഥലം മോടി പിടിപ്പിക്കാൻ സാധിക്കും. പിണങ്ങിയ സുഹൃത്ത് തിരികെ വരും. അകന്ന വിവാഹബന്ധം വീണ്ടും പൊടിതട്ടി വരും. കച്ചവടം, കൃഷി, വൈദ്യശാസ്ത്രം എന്നിവയിൽ നിന്ന് ധനാഗമം കാണുന്നുണ്ട്. പാറ, മരങ്ങൾ ഇവ വിറ്റ് പ്രതീക്ഷയിൽ കൂടുതൽ ധനം നേടും. കാൽപാദ വേദന, നട്ടെല്ല് വേദന എന്നിവയും നേത്രരോഗങ്ങളും മാറിക്കിട്ടും. കുടുംബസ്വത്തിന് അർഹതയുള്ളവർക്ക് അത് ലഭിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി പൂജ, മുരുകപൂജ, ശ്രീകൃഷ്ണ പൂജ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അനിഴം നക്ഷത്രക്കാരെക്കുറിച്ചാണ് നോക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ വെച്ച് അനുഭവിച്ച സാമ്പത്തിക ദുരിതങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുകയും സാമ്പത്തിക ഭദ്രത ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. പങ്കാളിത്ത ബിസിനസ്സിൽ കൂടുതൽ ധനം മുടക്കാതിരിക്കുക. ആചാര്യസ്ഥാനം അലങ്കരിക്കാൻ വ്യാഴബലത്താൽ സാധിക്കും. നിക്ഷേപങ്ങൾക്ക് ആദായം വർദ്ധിക്കും. അഭിഭാഷകൻ, ഡോക്ടർ, ഊഹക്കച്ചവടക്കാർ എന്നിവർക്ക് സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് സമ്മാനം, പ്രോത്സാഹനം എന്നിവ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, വസ്തു, ആഭരണം, വാഹനം എന്നിവ വാങ്ങാൻ ഉത്തമ സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മംഗളകാര്യങ്ങൾ നടക്കും. സ്ത്രീകൾ മുഖേന ഭാഗ്യം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. ഈ നക്ഷത്ര ജാതകർ ഇവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട്
കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ നടത്തണം. ആയില്യപൂജ, ഭദ്രകാളിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തുന്നതും നല്ലതാണ്. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.